2, 7, 12, etc. up to 10 terms. അതായത് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ 10 ടേമിന്റെ സം കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം n 10 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. അല്ലാതെ ലാസ്റ്റ് ടേം അല്ല ഈ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഓൾറെഡി 12 എന്ന് പറയുമ്പോൾ അറിയാലോ, 12 കഴിഞ്ഞ് പിന്നെ എന്തായാലും 10 വരില്ല. അപ്പം അപ് ടു 10 ടേംസ് എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിന്റെ 10 ടേമിന്റെ സം. അപ്പം നമുക്ക് S10 കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്കറിയാം S10 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. അങ്ങനെയാണ് നമുക്ക് S10 ഈസ് ഈക്വൽ ടു 10/2 ഇൻറ്റു നമുക്കറിയാം ഇവിടുത്തെ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇവിടെ 2 ആണ് പ്ലസ് n നമുക്ക് 10 ആണ്, 10 മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് 7 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 മൈനസ് 2 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ S10 ഈസ് ഈക്വൽ ടു 10/2 എന്ന് പറയുമ്പോൾ 5, ഇവിടെ 4 പ്ലസ് 9 ഇൻറ്റു 5 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 4 പ്ലസ് എത്ര വരുന്നു? 9 5 45 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 49 എന്ന് വരുന്നു. 9 5 45, 4 4 20 24 245. അതായത് ഇതിനകത്തെ 10 ടേമിന്റെ സം എന്ന് പറയുമ്പോൾ 245 ആണ്. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് പറയുന്നത് അതായത് 2, 7, 12 എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 10 ടേമിന്റെ സം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യത്തെ 10 ടേം എന്ന് പറയുമ്പോൾ n 10 ആണ്. അതേപോലെ തന്നെ Sn കണ്ടുപിടിച്ചാൽ മതി. Sn എന്ന് പറയുമ്പോൾ S10. ഇതാണ് അതിന്റെ ഇത്. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ പെട്ടെന്നാട്ടെ. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഓഫ്ലൈനിൽ ഹോംവർക്ക് എന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാണ്, നോക്കിക്കോളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. -37, -33, -29 up to 12 terms. അതായത് ഈ സീക്വൻസിന്റെ 12 ടേമിന്റെ സം. അപ്പൊ നമുക്കറിയാം n 12 ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S12 ആണ്. S12 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം -37 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ -33 -37, അതായത് -33 പ്ലസ് 37 വരുന്നു. 37 മൈനസ് 33 എന്ന് പറയുമ്പോഴത്തേക്കും -33 പ്ലസ് 37 എന്ന് പറയുമ്പോൾ 37 മൈനസ് 33 തന്നെയാണ്. അപ്പോൾ 4 ആ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് S12 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് n/2 12/2 ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ? -37 ആണ്. 2a പ്ലസ് n മൈനസ് 1 12 മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ എത്ര? ഇവിടെ d എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 12/2 6 ആണ്. ഇത് രണ്ട് കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും. 6 ഇൻറ്റു 2 ഇൻറ്റു 37 37 ഇൻറ്റു 2 74 ആണ്. -74 എന്ന് വരും. പ്ലസ് 12 മൈനസ് 1 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു 4 ഇങ്ങനെ വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 6 ഇൻറ്റു -77 പ്ലസ് 44 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും 6 ഇൻറ്റു 77 44, അതായത് -77 പ്ലസ് 44. ഓക്കെ, -77 പ്ലസ് 44 ആണ്. അപ്പൊ നമുക്ക് എത്ര വരുന്നത്? 44 54 64 74 3 77 ആണ്. അപ്പൊ നമുക്ക് -33 എന്ന് കിട്ടും. അപ്പൊ അടുത്തത് 6 ഇൻറ്റു -33 ആണ്. 6 3 18 6 3 18 19 198 വരും മൈനസ്. കാരണം 33 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6 3 18 ഇഷ്ടം 6 3 21 19 മൈനസ് ഉള്ളത് മൈനസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. -198 ആണ് ആദ്യത്തെ ഈ സീക്വൻസിന്റെ ആദ്യത്തെ 12 ടേമിന്റെ സം. അറിയത്തില്ല, ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്നാട്ടെ. ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാണെ, പെട്ടെന്ന് എന്റെ കൂടെ തന്നെ എഴുതി എടുത്തോണം. കാണുന്നില്ലേ?
സ്ക്രീൻ ഷെയറിംഗ് അല്ല. അയ്യോ എടേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണോടെ പറയുന്നേ. ഇവിടെ നോക്ക്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. ഞാൻ ചെറുതാക്കാം, 2 ക്വസ്റ്റ്യൻ ചെറുതായി കാണിക്കാം, എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് പോകും. അങ്കിത്തെ 5.3യുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. എഴുതിയെടുത്തോ, ഞാനിപ്പോ മൂന്നാമത്തെ ചെയ്യാൻ പോവാം. ഓക്കെ, ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിന്റെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. അതിന്റെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 0.6, 1.7, 2.8 അപ് ടു 100 ടേംസ്. ഈ സീക്വൻസിന്റെ 100 ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ആദ്യം n ആണ്, n 100 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. അതേപോലെ ഫസ്റ്റ് ടേം 0.6 ആണ്. അതേപോലെ തന്നെ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1.7 മൈനസ് 0.6. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, 1.7 മൈനസ് 0.6 പോയിന്റ് കൃത്യം താഴെ വരണം. അപ്പൊ ഇത് എന്ത് വരും, 7 പോയാൽ 1.1, അപ്പം 1.1 ആണ് വരുന്നത്. 1.1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S100 ആണ് കണ്ടുപിടിക്കേണ്ടത്. S100 കണ്ടുപിടിക്കും. Sn ഇക്വേഷൻ എന്താ, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു dn ആണ്. അപ്പം S100 ആകുമ്പോഴത്തേക്കും അത് 100/2 ഇൻറ്റു 2 ഇൻറ്റു 0.6 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 100-1 ഇൻറ്റു d എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ, d എന്ന് പറയുമ്പോൾ 1.1. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100/2 50 കിട്ടുന്നു. 6 ഇൻറ്റു 2 12 ആണ്. ഒരു പോയിന്റ് മാറുമ്പോൾ 1.2 പ്ലസ് 100 മൈനസ് 1 99 ആണ് ഇൻറ്റു 1.1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 99 ഇൻറ്റു 11 ചെയ്യാം. 9 9 9 9 9 18 10, ഒരു പോയിന്റ് മാറ്റണം, 108.9. അപ്പം 50 ഇൻറ്റു 1.2 പ്ലസ് 108.9 എന്ന് വരുന്നു. ഇനി 108.9 1.2 തന്നെ ഇങ്ങനെ തന്നെ കൂട്ടണം. നോക്കി, 9 2 11, 8 2 10, 1 1, അപ്പൊ 110.1 വരുന്നു. അങ്ങനെയാണെങ്കിൽ 50 ഇൻറ്റു 110.1, അപ്പം 110.1 ഇൻറ്റു 50 ചെയ്യുക. അപ്പൊ നമുക്ക് 0 0 0 0 5 0 5 5 0 5 0 5 5, ഒരു പോയിന്റ് മാറ്റുമ്പോൾ 5505.0. ഇതായിരിക്കും അതിന്റെ 100 ടൈമിന്റെ സം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, പെട്ടെന്ന് ചോദിക്കണം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ് നോക്കിക്കോളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ 1/15, 1/12, 1/10 അപ് ടു 11 ടേംസിന്റെ സം കണ്ടുപിടിക്കുക എന്നുള്ള. അപ്പം ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്നത് 1/15 ആണ്. 1/15 കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1/12 മൈനസ് 1/15 വരുന്നു. നമ്മൾ എൽസിയം എടുക്കണം. ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽസിയം എടുത്ത് ഒരുപോലെ ആക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ 15 മൈനസ് 12 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 15 എന്ന് വരുന്നു. അത് നമുക്ക് 3 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 10, 6, 2, 1. അപ്പം 6, 2, 180 എന്ന് വരുന്നു. അപ്പം 3/180 എന്ന് പറയുമ്പോൾ 1/16 നമുക്ക് എഴുതാം. 15 മൈനസ് 12 എന്ന് വരുന്നു 3, 12 ഇൻറ്റു 15, 1/60. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് S11 ആണ് കണ്ടുപിടിക്കേണ്ടത്. S11 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 11/2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എത്ര? 2 ഇൻറ്റു എ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും 1/15 ആണ്. 2 ഇൻറ്റു 15 ഇപ്പൊ 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. n എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? 11 ആണ്. 11 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോഴത്തേക്കും 1/60 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തെറ്റിപ്പോലെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം. 2 ഇൻറ്റു 1/15 എന്ന് പറയുമ്പോൾ 2/15 പ്ലസ് 11 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 10 ഇൻറ്റു 1/60 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്നു അവിടെ വെച്ച് തന്നെ. അപ്പം അടുത്തതിൽ 11/2 ഇൻറ്റു 2/15 പ്ലസ് എന്താ 1/6 എന്ന് വരുന്നു. ഓക്കെ, വീണ്ടും ഇവിടെ എൽസിയം എടുക്കണം. ഇവിടെ എൽസിയം എടുക്കാൻ വേണ്ടി ഇത് ഇങ്ങോട്ടും ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. 11/2 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ എത്രയാ? 15 ഇൻറ്റു 6. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 11/2 ഇൻറ്റു 2 ഇൻറ്റു 6 12 ആണ്. 12 പ്ലസ് 15 ഡിവൈഡഡ് ബൈ എത്രയാ? 15 ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേക്ക് 90 ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? അപ്പോൾ 11/2 ഇൻറ്റു 27/90 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് 27 90 കട്ട് ചെയ്യും 3. 9 × 3 27 ആണ്. 9 × 3 27, 30 ഇൻറ്റു 3 ആണ് എന്താണ് 90. വീണ്ടും 9 വെച്ച് 3 വെച്ച് കട്ട് ചെയ്യാം. 3 ഇൻറ്റു 3 9 ആണ്. 10 ഇൻറ്റു 3 ആണ് എന്ത്? 10 ഇൻറ്റു 3 ആണ് 30. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈസിക്കൽ ടു 11 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10. അങ്ങനെയാണെങ്കിൽ 33 ഡിവൈഡഡ് ബൈ 20 എന്ന് വരുന്നു. കണ്ടോ? 33 ഡിവൈഡഡ് ബൈ 20 എന്ന് വരുന്നു. കണ്ടോ? ഇതായിരിക്കും എൻ്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ചെറുതാക്കി കാണിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് എഴുതിയെടുക്കുക. അടുത്ത സെഷനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം. എഴുതാനുണ്ടെങ്കിൽ പറയണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അടുത്തത് 5.3യുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ഫൈൻഡ് ദ സം ഓഫ് sums given below. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? 7 പ്ലസ് 10 1/2 പ്ലസ് 14 പ്ലസ് എക്സെട്ര അപ് ടു 84. ഇവിടെ നമുക്ക് സം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? n വേണം. പക്ഷെ ഇവിടെ n തന്നിട്ടില്ല. പകരം ഏറ്റവും ലാസ്റ്റ് ടേം ആണ് തന്നിരിക്കുന്നത്. സമ്മിലെ ഏറ്റവും ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അതായത് സം കണ്ടുപിടിക്കേണ്ട ഏറ്റവും ലാസ്റ്റ് ടേം an തന്നിട്ടുണ്ട്. an തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. Sn = n/2 ഇൻറ്റു a പ്ലസ് an എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. n/2 ഇൻറ്റു a പ്ലസ് an. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ a ഉണ്ട്. a എന്ന് പറയുന്നത് എന്താ? a ഇവിടെ 7 ആണ്. അതേപോലെ തന്നെ എന്താണ് an? എന്താ? an 84 ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ n ഇല്ല.
അപ്പൊ n ആദ്യം കണ്ടുപിടിക്കണം. n ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ സെഷനിൽ പഠിച്ച an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. an എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി 84 തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം നമുക്കറിയാം 7 ആണ്. പ്ലസ് n എന്ന് പറയുമ്പോഴത്തേക്കും എന്താ കണ്ടുപിടിക്കാനുള്ള n മൈനസ് 1 ഇൻറ്റു ഡി. ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് 7 1/2 ആണ് കേട്ടോ. അല്ല 10 1/2 ആണ്. അപ്പൊ 10 1/2 ആണ് സെക്കൻഡ് ടേം. ഡി കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടെ എഴുതിയേക്കാം. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. 10 1/2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? 10 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എന്നാണ്. അതായത് 21 ഡിവൈഡ് ബൈ 2 എന്നാണ്. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 21 ഡിവൈഡ് ബൈ 2 മൈനസ് 7 ചെയ്യണം. ഇത് ഇങ്ങോട്ട് എൽസിയം എടുക്കുമ്പോൾ 21 മൈനസ് 14 ഡിവൈഡ് ബൈ എന്തെന്ന് വരും? 2 എന്ന് വരും. അതായത് ശരിക്കും പറഞ്ഞാൽ 7/2 എന്ന് വരും. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് 7/2 കിട്ടി. ഇനി നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യുന്നത് ഇവിടെ അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 84 മൈനസ് 7 ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 7/2. 84 മൈനസ് 7 എന്ന് പറയുമ്പോഴത്തേക്കും 77 ആണ്. 77 ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 7/2. ഈ 2നെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 7നെ ഞാൻ ഇതിന് താഴോട്ട് കൊണ്ടിരുന്നെങ്കിൽ 77 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 7 എന്ന് വരുന്നു. ഈസ് ഈക്വൽ ടു n മൈനസ് 1. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് 77ഉം 7ഉം കട്ട് ചെയ്യാം 11 വെച്ചിട്ട്. അപ്പൊ 11 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എന്താ? n മൈനസ് 1 ആണ്. അപ്പൊ 22 ഈസ് ഈക്വൽ ടു n മൈനസ് 1 എന്ന് വരുന്നു. മൈനസ് 1നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 22 പ്ലസ് 1 ഈസ് ഈക്വൽ ടു n എന്ന് വരുന്നു. അപ്പൊ നമുക്ക് അതിനെ എന്താണ് 23 ഈസ് ഈക്വൽ ടു n എന്ന് എഴുതാം. കണ്ടോ? അപ്പൊ n 23 കിട്ടി. n 23 കിട്ടി. ഇനിയിപ്പോ സം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? s 23 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 23 ഡിവൈഡ് ബൈ 2 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 7 ആണ്, a എന്ന് പറയുമ്പോൾ 84 ആണ്. അങ്ങനെയാണെങ്കിൽ 23 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 77 84 കൂട്ടുമ്പോൾ 91. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അല്ല കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക തന്നെ ചെയ്യണം. 91 ഇൻറ്റു 23 എന്ന് പറയുമ്പോൾ 3 9 3 27 2 18 3 14 7 2 9 8ഉം 2 10 3 ആണല്ലോ വരുന്നത്. ഓക്കെ, 20 93 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് എഴുതിയാൽ മതി. 2093 ഡിവൈഡ് ബൈ 2 10 ഇൻറ്റു 2 20 9 താഴോട്ട് ഇറക്കി എഴുതി. 24 8 1 3 6 2 12 1 പോയിന്റ് ഇട്ടു 0 ഇട്ടു 2 10. അപ്പം 1046.5 ആയിരിക്കും ഇതിന്റെ 23 ടേംസിന്റെ സം എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ചെറുതാക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. അതായത് 5.3യുടെ 2ന്റെ 1 ആണ് നമ്മൾ ചെയ്തത്. ഈ മോഡൽ തന്നെയുള്ള ബാക്കി 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. അത് ഹോംവർക്ക് ചെയ്ത് അയക്കുക. അപ്പൊ ഞാൻ അടുത്തത് 5.3യുടെ 3ലോട്ട് കയറുകയാണ്. 5.3യുടെ 3ലോട്ട് കയറുകയാണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം 5.3യുടെ തേർഡിലേക്ക് കയറുകയാണ്. 5.3യുടെ തേർഡ്. ഇൻ ആൻ എ പി അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. A is equal to 5, D is equal to 3, AN is equal to 50, find N and Sn. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ? നമുക്കറിയാം, നമുക്ക് Nഉം Sനും കണ്ടുപിടിക്കണം. N കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന എയും ഡിയും എനും വെച്ചിട്ട് N കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. ആ N കണ്ടുപിടിച്ചാലേ Sn കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം N കണ്ടുപിടിക്കാൻ വേണ്ടി AN is equal to നമ്മൾ പഠിച്ച A plus N minus 1 into D എടുക്കുകയാണ്.
എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. an ഇവിടെ 50 തന്നിട്ടുണ്ട്, a ഇവിടെ 5 തന്നിട്ടുണ്ട്, പ്ലസ് n എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം n - 1 × d ഇവിടെ 3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 - 5 = n - 1 × 3 എന്ന് എഴുതുന്നു. 45 = n - 1 × 3 എന്ന് എഴുതുന്നു. ഈ 3 നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ കൊണ്ടുവരുമ്പോൾ 45 / 3 = n - 1 എന്ന് വരുന്നു. 15 n - 1 എന്ന് വരുന്നു. -1 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 15 + 1 = n, അതായത് n = 16. അപ്പൊ n 16 കിട്ടിക്കഴിഞ്ഞാൽ Sn കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം Sn = n/2 × 2a + n - 1 × d ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈം തന്നിരിക്കുന്നുണ്ട് a + an ചെയ്താൽ മതി. അപ്പൊ ഇവിടെ n 16 ആണ്, s 16. അപ്പൊ 16/2 × a എന്ന് പറയുമ്പോൾ 5 പ്ലസ് an എന്ന് പറയുമ്പോൾ 50. അങ്ങനെയാണെങ്കിൽ ഇത് 8 വരും. അപ്പൊ = 8 × 50 + 5 55 ആണ്. അങ്ങനെയാണെങ്കിൽ n 5 40, n 5 40 440. കണ്ടോ? അപ്പൊ s 16 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് 440. എന്നും എസ് എന്നും കണ്ടുപിടിച്ചു. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇതിന്റെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവര് A7 തന്നിട്ടുണ്ട്, A13 35 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് D ആൻഡ് S13 ആണ് കണ്ടുപിടിക്കേണ്ടത്. S13 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ് n/2 × a + an കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണ്ട, മറ്റേ a + n - 1 × d കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴും d കണ്ടുപിടിക്കണം. d കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇവിടെ നോക്കിയേ, A13 എന്ന് പറയുന്നത് 35 എന്ന് വന്നിരിക്കുന്നത്. A13 നമുക്ക് a + 12d എന്ന് എടുക്കാം. അപ്പൊ = 35 എന്ന് എഴുതും. ഓക്കെ, ഇനി a എന്ന് പറയുന്നത് 7 തന്നിട്ടുണ്ട്. അപ്പൊ 7 + 12d = 35 എന്ന് വന്നു. 7 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ 12d = 35 - 7 എന്ന് വരുന്നു. 12d = 28 എന്ന് വരുന്നു. അവിടെ നിന്ന് d = 28/12 എന്ന് വരുന്നു. കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രയാ? 14 ഇവിടെ വരും, ഇവിടെ 6 വരും. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 7/2 വെച്ചല്ലേ 3 7/3. അപ്പൊ d 7/3 കിട്ടി. ഇനി നമുക്ക് എളുപ്പമല്ലേ സം കണ്ടുപിടിക്കാൻ. S13 കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. S13 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്കറിയാം Sn കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷൻ n/2 × 2a + n - 1 × d എന്ന, അല്ലെങ്കിൽ വേണ്ട S13 അല്ലേ, അത് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, മറ്റേ തന്നെ എടുത്താൽ മതി. കാരണം S13 കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 13 ടേം എന്നല്ലേ, 13ാമത്തെ ടേം തന്നിട്ടുണ്ട്. Sn = n/2 × a + an ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് S13 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n13/2 ആവും. ഫസ്റ്റ് ടേം 7, an എന്ന് പറയുമ്പോൾ A13 ആണ്. അപ്പൊ A13 എന്ന് പറയുമ്പോൾ അവിടെ A13 35 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ മതി. 13/2 × 42. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 21 വരും. 21 × 13 എന്ന് പറയുമ്പോഴത്തേക്കും 273 എന്ന് വരും. കറക്റ്റ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ നമ്മൾ ചോദിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഞാൻ 4ഉം 10ഉം കൂടെ ചെയ്യിപ്പിക്കാം. ബാക്കിയുള്ള ഫുൾ ഹോംവർക്ക് ആണ്. അതായത് 5.3യുടെ 1ഉം 2ഉം നമ്മൾ ചെയ്യിപ്പിച്ചു. മൂന്നാമത്തെ ഹോംവർക്ക് ചെയ്യുക. നാലാമത്തെ ഞാൻ ചെയ്ത് കാണിക്കാം, കാരണം നാലാമത്തെ ഒരു വേറൊരു മോഡലാണ്. നാലാമത്തെ ഞാൻ ചെയ്ത് കാണിക്കാം, പിന്നെ 10ാമത്തെയും ചെയ്ത് കാണിക്കാം. ബാക്കിയുള്ള എല്ലാം ഈ ഒരേപോലത്തെ മോഡലാണ്, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം അത് നോക്കിക്കോളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ് എന്തായാലും ഡിസ്കസ് ചെയ്യാൻ കേട്ടോ, അത് കിട്ടിയില്ലാത്തൊക്കെ ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് അതിന്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗിവൺ എന്താണ് A3 ഈസ് ഈക്വൽ ടു 15 തന്നിട്ടുണ്ട്, S10 ഈസ് ഈക്വൽ ടു 125 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് D ആൻഡ് A10 ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ നോക്കിയേ, A13ഉം S10ഉം തന്നിട്ട് നമുക്ക് ഡിയും A10ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് ആദ്യം എന്താ വേണ്ടത്, നമുക്ക് A10 കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും n ഉണ്ടെങ്കിൽ, n ഇവിടെ ഉണ്ട്, അതേപോലെ d ഉണ്ട്, പക്ഷെ a ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം A10 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താ, a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പം d ഉണ്ട്, n ഒക്കെ എല്ലാം ഉണ്ട്, പക്ഷെ a ഇല്ല, ഫസ്റ്റ് ടേം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആ വഴി പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ അടുത്തത് നമുക്ക് എന്താ, അതുപോലെ തന്നെ S10 എന്ന് പറയുന്നത്, അതായത് ഇതിനകത്ത് 10 ടേമിന്റെ സം 125 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഡിയും ഇതും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നോക്കിയോ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് A3 ഈസ് ഈക്വൽ ടു 15 തന്നിട്ടുണ്ട്. A3 ഈസ് ഈക്വൽ ടു 15, അതിനർത്ഥം A പ്ലസ് 2D ഈസ് ഈക്വൽ ടു 15 എന്നാണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇടുക. അടുത്തത് തന്നിരിക്കുന്നത് S10 എന്ന് പറയുന്നത് 125 തന്നിട്ടുണ്ട്. S10 നമുക്ക് എങ്ങനെ എഴുതാം, S10 നമുക്ക് എങ്ങനെ എഴുതാം, അതായത് ഇങ്ങനെ എഴുതത്തില്ലയോ, n/2 ഇൻറ്റു 2a പ്ലസ് n/2 S10 എന്ന് പറയുമ്പോൾ 10 അല്ലേ, 10/2 ഇൻറ്റു 2a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് കൊടുക്കല്ലോ, ഈസ് ഈക്വൽ ടു 125 ആക്കല്ലോ. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2a പ്ലസ് 90 എന്ന് വരുന്നു, ഈസ് ഈക്വൽ ടു 125 ആണല്ലോ. ഈ 5നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 2a പ്ലസ് 90 ഈസ് ഈക്വൽ ടു 125 ഡിവൈഡ് ബൈ 5. വീണ്ടും നമ്മൾ 2a പ്ലസ് 90 ഈസ് ഈക്വൽ ടു 125 ബൈ 5 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 25 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പം ഇവിടെ നോക്കിയേ, a പ്ലസ് 2d ഈസ് ഈക്വൽ ടു 15 എന്നും 2a പ്ലസ് 90 ഈസ് ഈക്വൽ ടു 25 എന്നും കിട്ടി. ഇതെന്താണെന്നറിയാമോ, ഇതിന്റെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ പോലെ ആയില്ലേ. അപ്പൊ ഇതിന്റെ വേരിയബിൾസിനെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഇക്വേറ്റ് സെയിം ആക്കണം. അപ്പൊ ഇവിടെ 2a ഉണ്ട്, ഇവിടെ a ആണ്. അപ്പം നമുക്ക് ആ ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരേ വേരിയബിൾസ് ഏതെങ്കിലും ഒരെണ്ണം സെയിം ആവും. അപ്പൊ അത് 2a പ്ലസ് 4d ഈസ് ഈക്വൽ ടു 30 എന്നാവും. ഇത് 2a പ്ലസ് 90 ഈസ് ഈക്വൽ ടു 25. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഇക്വേഷന്, ഇതിപ്പോ വേണമെങ്കിൽ ഇക്വേഷൻ നോക്കിയാൽ ഇത് ഇക്വേഷൻ 1ഉം 2ഉം ആയിരുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 3ഉം 4ഉം ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ചെയ്യുകയാണ്, നടുക്ക് ഇവിടെ മൈനസ് ചെയ്യാൻ പോവാണ് എല്ലാം. അപ്പൊ 2a മൈനസ് 2a ചെയ്യുമ്പോൾ 0 വരും. 4d മൈനസ് 90 എന്ന് പറയുമ്പോൾ മൈനസ് 5d വരുന്നു. ഇവിടെ 30 മൈനസ് 25 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെറും 5 വരുന്നു. അങ്ങനെയാണെങ്കിൽ d ഈസ് ഈക്വൽ ടു 5 ബൈ മൈനസ് 5 എന്നും d ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്നും വരുന്നു. d കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് എന്താണ് A10 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കിയോ, ഡിയും കണ്ടുപിടിക്കണമെങ്കിൽ A10 ഈസ് ഈക്വൽ എന്താ, a പ്ലസ് 9d ആണ്. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്, a കിട്ടിയില്ലല്ലോ. അപ്പൊ d കിട്ടിയെങ്കിൽ a കണ്ടുപിടിക്കാൻ എളുപ്പം എന്ത് ചെയ്താൽ മതി, ഈ d യെ കൊണ്ട് ഇക്വേഷൻ 1നകത്ത് കൊടുത്താൽ മതി. നമുക്കറിയാം ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ a പ്ലസ് 2d ഈസ് ഈക്വൽ ടു എത്രയാണ്, a പ്ലസ് 2d ഈസ് ഈക്വൽ ടു 15 ആണ്. d ഇപ്പം മൈനസ് 1 കിട്ടിയോണ്ട് a പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 ഈസ് ഈക്വൽ ടു 15 എന്നും a മൈനസ് 2 ഈസ് ഈക്വൽ ടു 15 എന്നും a ഈസ് ഈക്വൽ ടു 15 പ്ലസ് 2 എന്നും a ഈസ് ഈക്വൽ ടു 17 എന്നും. ഓക്കെ, അപ്പൊ a കിട്ടി. ഇനിയിപ്പോ നമുക്ക് A10 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. A10 ഈസ് ഈക്വൽ ടു a പ്ലസ് 9d ആണ് അല്ലേ, a പ്ലസ് 9d ആണ്. അപ്പൊ നമുക്ക് 17 പ്ലസ് 9 ഇൻറ്റു മൈനസ് 1 എന്ന് വരുന്നു. അപ്പൊ 17 പ്ലസ് 17 മൈനസ് 9, 17 9 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 9. അപ്പൊ നമുക്ക് 9 കിട്ടും. അപ്പൊ A10 എന്ന് പറയുന്നത് എത്ര, 8 ആയിരിക്കും അതിന്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
ഓക്കെ, ഇതിന്റെ 10 കൂടെ ചെയ്തു തരാം. ഇതിന്റെ 10ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു തരാം. അതിന്റെ ഇടയ്ക്കുള്ള ഹോംവർക്ക്, അതായത് നാലാമത്തെ നമ്മളിപ്പോൾ ചെയ്തത് 5 തൊട്ട് 9 വരെ ഉള്ളതും പിന്നെ 3ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അത്രയും ഹോംവർക്ക് ആണ്. അതേപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിലെ 2 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആണ്. അപ്പം അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3യുടെ 10, 5.3യുടെ 3യുടെ 10. അവർ തന്നിരിക്കുന്ന ഗിവൺ L ഈസ് ഈക്വൽ ടു 28, L എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം, സം ഈസ് ഈക്വൽ ടു 144 ആണ്. അപ്പം എന്താണ് എന്നിട്ട് തന്നിരിക്കുന്നത് there are total 9 ടേംസ് എന്നാണ് തന്നിരിക്കുന്നത്. 9 ടേംസ് എന്നാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം L എന്ന് പറയുമ്പോഴത്തേക്കും അത് AN ആണ്, N എന്ന് പറയുമ്പോൾ 28, S എന്ന് പറയുമ്പോൾ SN ആണ്, അത് 144 ആണ്, 144. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് 9 ടേംസ്, അപ്പൊ N എത്ര? 9 ടേംസ് എന്ന് പറയുമ്പോൾ N 9 ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലയോ? കാരണം SN ഈസ് ഈക്വൽ ടു നമുക്കറിയാം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം, അല്ല 2a കൊടുത്തു കഴിഞ്ഞാൽ n കണ്ടുപിടിക്കേണ്ടത് a ആണ്. ഓക്കെ, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം an കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ സമ്മ് തന്നിട്ടുണ്ട് 144, n നമുക്കറിയാം 9/2 ഇൻറ്റു a ആണ് കണ്ടുപിടിക്കേണ്ടത്. an എന്ന് പറയുമ്പോൾ അവർ തന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈം 28 എന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ a കണ്ടുപിടിക്കാൻ എളുപ്പമില്ലയോ? ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 ഇൻറ്റു 2, ഈ 9 താഴെ വരും, 9 താഴെ വരുമ്പോൾ ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു a പ്ലസ് 28 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 288 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു a പ്ലസ് 28 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 288 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 288 7 9 2 18 ആണ്, 2 അല്ല 9 3 27, 9 3 27, 1 18 2, 32 വരും ഇപ്പുറത്ത്. 32 ഈസ് ഈക്വൽ ടു a പ്ലസ് 28 എന്ന് വരുന്നു. 28നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 32 മൈനസ് 28 ഈസ് ഈക്വൽ ടു a എന്ന് വരുന്നു. 4 ഈസ് ഈക്വൽ ടു a, അതായത് a എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഞാൻ അയച്ചോളാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും മതി. എഴുതിയെടുക്കാൻ ഞാൻ ഇച്ചിരി സ്പീഡായിട്ടാണ് ഇന്ന് പോകുന്നത്, കാരണം നമ്മൾ ഇച്ചിരി താമസിച്ചാ തുടങ്ങിയത് കൊണ്ടേ. ഞാൻ ഇന്നിപ്പോൾ ഓഫ്ലൈനിൽ ചെയ്യിപ്പിച്ച് എത്രയും ക്വസ്റ്റ്യൻ ഉണ്ട് അത്രയും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം, അതിനുവേണ്ടിയാണ് ഞാനിത് സ്പീഡിൽ പറയുന്നത്. ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും ഇത് തീർക്കാനായിട്ട്. ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർത്തു തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയോ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാമേ. എനിക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യിപ്പിക്കാൻ നോക്കിയോളൂ. ഹൗ മെനി ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഹൗ മെനി terms of AP 9, 17, 25 etc. must be taken to give a sum of 636. അതായത് ഈ മോളിൽ തന്നിരിക്കുന്ന APയുടെ എത്ര ടേം കൂട്ടുമ്പോഴാണ് 636 സം വരുന്നതെന്ന്. അപ്പം SN ആണ് ആ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചോണം. SN 636 ആണെങ്കിൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോഴാണ്, അപ്പൊ N എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ A തന്നിട്ടുണ്ട് 9, അതേപോലെ D തന്നിട്ടുണ്ട്, D തന്നിട്ടില്ല, 17 മൈനസ് 9 ചെയ്യുമ്പോൾ 8, അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് N കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം, ഓൾറെഡി അറിയാം SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു എന്താ A പ്ലസ് AN ഉപയോഗിച്ചാൽ മതി. ഇവിടെ മറ്റേ 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഉപയോഗിക്കണ്ട, കാരണം എന്താ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നിട്ടില്ലേ. അയ്യോ അല്ല, സമ്മാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ഏതാ? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ, അപ്പൊ നമുക്ക് SN എന്ന് പറയുന്നത് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കേണ്ടതാണ്.
എസ് എൻ എന്ന് പറയുന്നത് 636 തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു n/2 എന്നിന് വാല്യൂ ഇല്ല എന്നാ കണ്ടുപിടിക്കേണ്ടത് ഈസ് ഈക്വൽ ടു 2a 2 into 9 പ്ലസ് n-1 അതുപോലെ തന്നെ d എന്ന് പറയുന്നത് 8 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 1272 എന്ന് വരും ഈസ് ഈക്വൽ ടു n ഇൻറ്റു 18 പ്ലസ് n-1 ഇൻറ്റു 8 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1272 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 18 പ്ലസ് 8n മൈനസ് 8 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഇത് നമ്മൾ 1272 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 18 മൈനസ് 8 ചെയ്യുമ്പോൾ 10 ആണ് 10 പ്ലസ് 8n എന്ന് വരുന്നു. എന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1272 ഈസ് ഈക്വൽ ടു 10n പ്ലസ് 8n സ്ക്വയർ എന്ന് വരുന്നു. അങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. നോക്കിക്കോളൂ, ഇവനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ 0 വരുന്നു. 0 ഈസ് ഈക്വൽ ടു 8n സ്ക്വയർ പ്ലസ് 10n മൈനസ് 1272 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കോളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 0 ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഞാനൊരു 2 കോമൺ എടുക്കുകയാണ്. അപ്പോൾ 4n സ്ക്വയർ പ്ലസ് എന്താണ് 5n മൈനസ് 636 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 അങ്ങ് പോകുന്നു. ബാക്കി 4n സ്ക്വയർ പ്ലസ് 5n മൈനസ് 636. ഈ 2 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. അപ്പോൾ 0/2 0 തന്നെ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കണം. a ഈസ് ഈക്വൽ ടു 4 ആണ്, b ഈസ് ഈക്വൽ ടു 5 ആണ്, c ഈസ് ഈക്വൽ ടു മൈനസ് 636 ആണ്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ a ഇൻറ്റു സി ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വരുന്ന സമയത്ത് 4 ഇൻറ്റു 636 എന്ന് വരും. അത് 2544 എന്ന് കിട്ടും. മൈനസ് 636. സം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബി ആയിട്ടാണ് എടുക്കുന്നത്. അത് +5 ആണ്. അപ്പം രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2544 അതേ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 വേണം. ഞാൻ നമ്പർ സെലക്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിൽ 1 53 ഞാൻ ഓൾറെഡി ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിച്ചായതുകൊണ്ട് ആ നമ്പർ ഓൾറെഡി സെലക്ട് ചെയ്ത് നമുക്കറിയാം. അപ്പം 53 ഒരെണ്ണം 48 നിങ്ങൾ ചെയ്ത് നോക്കണം. 53 48 അതിൽ നമ്മൾ 48ന് മൈനസ് കൊടുക്കുകയാണ്, എന്നാലേ ഇത് വരുവുള്ളേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുകളിലത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. 4n സ്ക്വയർ പ്ലസ് 53n മൈനസ് 48n മൈനസ് 636 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് 4 കോമൺ എടുത്ത് ഇവിടെ n കോമൺ എടുത്തു കഴിഞ്ഞാൽ 4n പ്ലസ് 53 എന്ന് വരുന്നു. ഇവിടെ ഞാൻ 12 കോമൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 4n മൈനസ് 12 ആണ് കോമൺ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് 53 എന്ന് വരുന്നു. ഓക്കെ, 12 ഇൻറ്റു 53 ആണ് 636. വീണ്ടും 4n പ്ലസ് 53 നമ്മൾ കോമൺ എടുക്കുന്നു. ബാക്കി എന്ത് വരും? n മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ഇതെന്തായാലും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നെഗറ്റീവ് ആയിരിക്കും വരുന്ന വാല്യൂ. അപ്പൊ ഞാൻ n മൈനസ് 12 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. n ഈസ് ഈക്വൽ ടു 12. അപ്പൊ n ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. n കണ്ടുപിടിച്ചു 12. അപ്പൊ അതിനകത്ത് 12 ടൈമിന്റെ സമ്മ ചെയ്യുമ്പോഴാണ് നമുക്ക് 636 വരുന്നത് എന്നുള്ള കാര്യം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ക്ലാസ് ഇങ്ങനെ അങ്ങ് നിർത്തുക. ആർക്കെങ്കിലും ഈ ക്ലാസിന്റെ റെക്കോർഡഡ് വീഡിയോ വേണമെങ്കിൽ പറയാം, ഞാൻ അയച്ചു തരാമേ. ഞാൻ ഇത്രയുമേ പഠിപ്പിക്കുന്നുള്ളൂ, കാരണം എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. ഇന്ന് ഓൾറെഡി ലേറ്റ് ആയി.